ഹൈ ഗായ്സ്, ശ്രീ ഹിയർ. പിക്സൽ 8 ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ സർഫ് ചെയ്യുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഇൻ ജനറൽ ബാക്കിയുള്ളവരുടെ പെർസെപ്ഷനും വേർഡിക്റ്റും എന്തൊക്കെയാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ നിറഞ്ഞിരിക്കാൻ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായ, മിക്ക റിവ്യൂസിലും അവരൊരു ക്ലിയർ കട്ട് വേർഡിക്റ്റ് കൊടുക്കുന്നില്ല. സോ ഞാൻ വേർഡിക്റ്റ് വെച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഗൈസ്, എൻ്റെ കുറച്ച് നാളത്തേക്കുള്ള യൂസർ എക്സ്പീരിയൻസ് എന്ന് എനിക്കിതാ നിങ്ങളുടെ അടുത്ത് പറയുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആ പിക്സൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അതിന് വേണ്ടി നിങ്ങൾ പൈസ മുടക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം. പക്ഷേ നിങ്ങളൊരു ഓൾറൗണ്ടർ, ഒരു ഗുഡ് ഫോണാണ് നോക്കുന്നത്, പ്രൈസ് ടു വാല്യൂ മണിയൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയാൻ പോവാ, നിങ്ങൾക്ക് ഈ വിലയ്ക്ക് ഇതിലും നല്ല ബെറ്റർ ഡിവൈസസ് കിട്ടും. സോ ഡിസൈനിൻ്റെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആ വൈസറിനെ കുറിച്ചാണ്. ഈ വൈസർ നമുക്ക് ഒരുപാട് പേർക്ക് തോന്നുന്നത് അത്ര പ്രാക്ടിക്കലാണോ അല്ലയോ എന്ന്. ആദ്യം തന്നെ എനിക്ക് പറയുന്നത്, ഗൈസ്, കൈ നാച്ചുറലി അവിടെ റെസ്റ്റ് ആവും. നിങ്ങൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, എൻ്റെ കുറച്ച് നാളത്തേക്ക് മാസങ്ങളൊന്നും ഈ ഫോൺ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി ഒരു ആദ്യത്തെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫിംഗർ അവിടെ നാച്ചുറലി റെസ്റ്റ് ആവാൻ തുടങ്ങി. അത് ഭയങ്കര കിടില ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് തോന്നുന്നു. കുറേ പേര് ഈ വൈസർ ഭയങ്കര യൂസ്ലെസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നി. ആൻഡ് ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റ് നോക്കുവാണെങ്കിൽ ഗൈസ്, ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ്, സൈഡിൽ ബ്രഷ്ഡ് അലുമിനിയം റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് റിയലി വെൽ ബിൽഡ്. IP68 ഉണ്ട്. ആൻഡ് ഓൾ അറൗണ്ട് എനിക്കിതിനെക്കുറിച്ച് ഏറ്റവും പറയാനുള്ളത്, ഭയങ്കര യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈൻ. അതിനകത്ത് നിങ്ങൾ ഓരോ വട്ടം ഇത് കയ്യിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം പ്രീമിയം മെറ്റീരിയൽസും കറക്റ്റ് വെയിറ്റ് ആയത്. 187 grams ഫോർ ദിസ് 6.2 inch ഡിസ്പ്ലേ ഉള്ള ഫോൺ ഭയങ്കര കറക്റ്റാണ്. ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസും ആപ്റ്റായിട്ടുള്ള ഡിസൈനും അവരുടെ യുണീക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡിസൈൻ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് എനിക്ക് ഈ ഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ വട്ടവും നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ കേസ് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ആ ഒരു ഫീൽ പോയല്ലോ എന്ന്. പക്ഷേ എന്നാലും കേസ് ഇസ് ഹൈലി റെക്കമെൻഡഡ്. ഫോൺ സ്ലിപ്പറി ആണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ഭയങ്കര ഗ്ലാസ് ആയാലും എനിക്ക് അത്ര സ്ലിപ്പറി ആയിട്ട് തോന്നുന്നില്ല. കാരണം തന്നെ ഒരുപാട് വട്ടം നിങ്ങൾ പിടിക്കുമ്പോഴും ആ വൈസറിൽ അവിടെ നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ആ ബാലൻസ് കൊണ്ടുവരും. സോ അതൊരു നോട്ട് വർത്തി പോയിൻ്റ്. ഇനി ആ ഡിസൈൻ എക്സ്പീരിയൻസിനെ ഇച്ചിരി കൂടെ എലിവേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. യെസ്, ബ്യൂട്ടിഫുൾ സ്റ്റണ്ണിങ് ഡിസ്പ്ലേ. എനിക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഒറ്റ കംപ്ലൈൻറ്റുള്ള LTPO ഇല്ലെന്ന്, പക്ഷേ ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഡിസ്പ്ലേ. ഒരുപാട് ബെസൽസും ഒന്നുമില്ല. ഭയങ്കര കോർണർ ടു കോർണർ ആയിട്ടുള്ള കിടിലം ഡിസ്പ്ലേ. 2000 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അതുപോലെ തന്നെ HDR10+ ഉണ്ട്, 120 Hz ഉണ്ട്, 430 അടുപ്പിച്ചുള്ള PPI ഉണ്ട്. സോ ഇൻ എവറി ആസ്പെക്ട് ഡിസ്പ്ലേ അത്യാവശ്യം നല്ലതാണ്. റെസൊല്യൂഷൻ വൈസ് ആണെങ്കിലും ക്ലാരിറ്റി വൈസ് ആണെങ്കിലും കളേഴ്സ് വെച്ചാണെങ്കിലും ഈ ഡിസ്പ്ലേൻ്റെ ഇൻറ്റഗ്രേഷൻ ഓഫ് കളേഴ്സ് ആൻഡ് ഈ ഡിസ്പ്ലേയിൽ ഒരു സീംലെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നത്. ആ 120 Hz പിക്സലിലെ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സൂപ്പറാണ്. പിന്നെ ഡിസ്പ്ലേ പാനലിൽ പൊതുവേ മിക്ക ഫോണിനും കണ്ടുവരുന്നത് എന്തോ ഒരുപാട് എക്സ്റ്റൻസീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ പാനൽ ചൂടാവും. ആ ഒരു ചൂടൊന്നും എനിക്ക് ഇവിടെ തോന്നിയിട്ടില്ല. ഇൻ ജനറൽ ഡിസ്പ്ലേ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരു സീംലെസ് എക്സ്പീരിയൻസാണ്. ആ സീംലെസ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പം പിക്സൽ എക്സ്പീരിയൻസ് ക്ലീൻ, മിനിമൽ, സിമ്പിൾ, ഫൺ. അതേസമയം ഈ വർഷം എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിക്സൽ 8 റിലീസ് ആക്കിയപ്പോൾ ഇത് അത്ര ബെറ്റർ റിഫൈൻഡ് ആയിട്ടൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഒരുപാട് ബഗ്സ് ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു, ആപ്പ് ക്രാഷസ് ഉണ്ടായിരുന്നു. അതെല്ലാം പ്രോബബ്ലി അതിൻ്റെ ടെൻസറിനും അതിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ എല്ലാ റിവ്യൂസിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാലും മനസ്സിലാവും ഇതൊരു ബെറ്റർ റിഫൈൻഡ് UI എക്സ്പീരിയൻസ് ആയിട്ട് മാറി. പണ്ടും ഇതിൻ്റെ അനിമേഷൻസും കാര്യങ്ങളും എല്ലാം ബട്ടറി സ്മൂത്ത് തന്നെ, പക്ഷേ കുറച്ച് മിസ്സിങ് ഹിൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ക്യാമറ ആപ്പിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ അതെല്ലാം ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് നൗ എ ബെറ്റർ റിഫൈൻഡ് ഫോൺ. അത് തന്നെ പിക്സലിനെ കുറിച്ച് എനിക്ക് ഏറ്റവും പറയുള്ളത്. സോഫ്റ്റ്വെയർ ആണ് അവരുടെ സ്റ്റാൻഡ് പോയിൻറ്റ് ബിഗ്ഗസ്റ്റ് സ്ട്രോങ് ഹെൽഡ്. കാരണം എന്ന് വെച്ചാൽ ഇൻ ടൈം പിക്സൽ ഫോൺസിൻ്റെ കണക്കുള്ള വളരെ ചുരുക്കം ഫോൺസേ ഉള്ളൂ എല്ലാ അഡീഷൻസും ഇൻകോർപ്പറേറ്റ് ചെയ്ത്, എലിറ്റസ് ജെമിനിയും കാര്യങ്ങളും എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് തരുന്ന ഡിവൈസ്. സോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരുപാട് ഞാൻ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനീഷ്യലി നമുക്കറിയാം ഒരുപാട് ഇഷ്യൂസൊക്കെ പിക്സൽ 8 ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴേ അത് റിഫൈൻഡ് ആയി വരും. പക്ഷേ 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇറ്റ് ഇസ് റിയലി ഗുഡ്, റിയലി ജെന്യുവിനായിട്ട് അവരുടെ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ദ ഫോൺ അവർ കാണിക്കുന്നത്. ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും എന്നുള്ളൊരു സംഭവം ടു ബി നോട്ടഡ്. ഇനി ക്യാമറാസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് ഇതിനകത്ത് 2 പ്രശ്നങ്ങളെ കുറിച്ച് പറയാനുള്ളൂ. പ്രശ്നങ്ങൾ ഞാൻ ട്രബിൾ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് 3 കൾപ്രിറ്റ്സ് കിട്ടിയത്. ഒന്ന് അതിൻ്റെ CPU, ഒന്ന് അതിൻ്റെ GPU, 2 അതിൻ്റെ മോഡം. ഇത് രണ്ടും ട്രാഷാണോ യൂസ്ലെസ് ആണോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പ്രൈസിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, നല്ല ഫോണുണ്ട്. ആ ഫോണിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം അതിൻ്റെ കണക്ടിവിറ്റി അല്ലെ മോഡമായിട്ടുള്ള ഇഷ്യൂ ആണ്. ഒന്നാമത്തെ കാര്യം, ഡുവൽ സിം ഇട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇഷ്യൂസ് ഇച്ചിരി കൂടെ കൂടും. സിംഗിൾ സിം ഇട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ കണക്ടിവിറ്റി ഇഷ്യൂസ് റേഞ്ചും എനിക്ക് ഫീൽ ചെയ്ത് നല്ലോണം. ഡുവൽ സിം ഇട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നിയത്
രണ്ടാമത്തെ എൻ്റെ ജിയോ സിമ്മും BSNL സിമ്മും കൂടെ മാറ്റി ഇട്ടപ്പം ജിയോയുടെ ഫുൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും സിമ്മ് BSNLൻ്റെ ഓഫാക്കിയിട്ട് ജിയോ ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനത്തെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പ്രശ്നം എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ മോഡ് ഉപയോഗിക്കുന്നുണ്ട്, എക്സിനോസിൻ്റെ ഒരു മോഡോ അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ കേസ് എനിക്ക് ഇൻട്രസ്റ്റിംഗലി ഞാൻ നോക്കിയപ്പം സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പിൽ പോലും ഒരു സാംസങ്ങിൻ്റെ മോഡോ ഉപയോഗിക്കുന്നില്ല. സോ സാംസങ്ങിന് തന്നെ അറിയാതെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് വൈ പിക്സൽ സ്റ്റിൽ യൂസിങ് ദാറ്റ് ഈസ് എ പ്രോബ്ലം. അത് നമുക്ക് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതിന് CPU. ഗൈസ് ടെൻസർ G3 എന്ന് പറഞ്ഞ CPU ഭയങ്കര ട്രാഷാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ അത് മോസ്റ്റ് പവർഫുൾ GPU അല്ല. ഇത് ഗെയിമിംഗ് ഓറിയൻറ്റഡോ അങ്ങനെ എക്സ്റ്റെൻസീവ് ടാസ്ക് ഒന്നും യൂസ് ചെയ്തൊരു GPU അല്ല. പക്ഷേ എനിക്ക് സിമ്പിൾ ഇൻ ജനറൽ ഡേ ടു ഡേ പർപ്പസിനകത്ത് ചെറിയ ലാഗ് പോലത്തെ തോന്നിയെന്ന് പറയുമ്പം ഞാനൊരു ഫോട്ടോ എടുത്ത പ്രോസസ്സ് ചെയ്യാൻ 1.5 സെക്കൻഡോളം അത് എടുക്കുന്നുണ്ട്. അത് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ലേറ്റസ്റ്റ് ജനറേഷൻ സാംസങ്ങും ലേറ്റസ്റ്റ് ജനറേഷൻ ഐഫോൺസിനും ഒന്നും ആ പ്രശ്നമില്ല. അതും കൂടെ കീപ്പ് ഇൻ മൈൻഡ്. അതുപോലത്തെ ചെറിയ ലാഗും സ്റ്റട്ടറിനെസ്സും എവിടേക്കൊക്കെയോ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം 120 Hz ഇട്ട് ഞാൻ ഇപ്പം ട്വിറ്ററല്ല X ആ സാധനം സ്ക്രോൾ ചെയ്യുമ്പം എനിക്ക് തോന്നി എവിടേക്കൊക്കെ ഒരു സ്റ്റട്ടർനെസ് ഒക്കെ ഉണ്ട്. മേ ബി ടെൻസർ G3 എക്സിനോസിൻ്റെ ബേസ്ഡ് ആയതുകൊണ്ടായിരിക്കാം. അതിന് ഇച്ചിരി കൂടെ റിഫൈൻമെൻറ്റ് വേണം. അതായിരിക്കാം എനിക്ക് ഉദ്ദേശിച്ചത്. സോഫ്റ്റ്വെയറും ചിപ്പും തമ്മിലുള്ള ഒരു ഇൻറ്റഗ്രേഷൻ അത്ര കിടിലുമായിട്ടില്ല. പക്ഷേ ഇൻ ജനറൽ എനിക്ക് അതൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നി. കാരണം ഈ പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് സ്നാപ്ഡ്രാഗണും ബെസ്റ്റ് ഓഫ് ഡിമെൻസിറ്റിയും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. GPUവിനെ കുറിച്ച് പറയുമ്പോൾ GPU അത്യാവശ്യം ഗെയിം കളിക്കാനൊക്കെ നല്ല രസം കേട്ടോ. അത് ആദ്യമേ എനിക്ക് പറയണം. പക്ഷേ ARM എന്ന് പറഞ്ഞ മാനുഫാക്ചറിന് ഇമോർട്ടാലിസ് സീരീസ് ഓഫ് GPU ഉപയോഗിച്ചേക്കുന്നത്. ഇമോർട്ടാലിസ് സീരീസ് ഓഫ് GPU ഉപയോഗിച്ചെങ്കിൽ അവരുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് അല്ല അവർ കൊടുത്തേക്കുന്നത്. ഗെയിമിംഗ് സെൻറ്ററിക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ എന്തായാലും ഈ ഫോൺ ഒരുപാട് റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ യു ക്യാൻ ഗെയിം, നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുമെങ്കിലും പക്ഷേ ഓൾമോസ്റ്റ് ആ ഒരു ബെസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ പ്രൈസിന്. എനിക്ക് അത് തന്നെ പറയാനുള്ളത്. ഗെയിം കളിക്കുമ്പോഴും PUBG കളിക്കുമ്പോഴും ഒന്നും എനിക്ക് ഒരുപാട് സ്റ്റഡേഴ്സും ഇഷ്യൂസും ഒന്നും ഉണ്ടായില്ല. ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോൺ വാം ആകും, പക്ഷേ അൺകംഫർട്ടബിളി ഓവർ ഹീറ്റ് ആയിട്ടില്ല എനിക്കിതുവരെ. ഞാൻ പിക്സൽ 8നെ കുറിച്ചാണ് പറയുന്നത്, 8 പ്രോനെ കുറിച്ചല്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കുറച്ച് പുഷ് ചെയ്തപ്പോഴും 4K വീഡിയോസൊക്കെ എടുത്തപ്പോഴും പെട്ടെന്ന് ഫോൺ വാം ആവുന്നുണ്ട്. പക്ഷേ ഒരു അൺകംഫർട്ടബിൾ ലെവൽ രീതിയിലൊക്കെ ഒന്നും ഫോൺ ഒരുപാട് ചൂടാവുന്നില്ല. നിങ്ങൾ കേസ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ ഒന്ന് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അതെനിക്ക് പറയാനുള്ള ഈ 3 കൾപ്രിറ്റ് ഉണ്ടല്ലോ, ഈ CPU GPU ആൻഡ് മോഡം, ഇത് 3 ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ പിക്സൽ സൂപ്പർ റെക്കമെൻഡേഷൻ ആയിരിക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ഗൈസ് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് 4575 mAh. എന്നെ സർപ്രൈസ് ചെയ്തൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഇത്. കാരണം ഞാൻ ലൈറ്റ് ടു മീഡിയം യൂസേജ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്രൊഫഷണൽ കാഷ്വൽ യൂസിനകത്തൊക്കെ എനിക്ക് പ്യുവർലി 1 day കിട്ടുന്നുണ്ട്. 1 day കിട്ടുന്നത് മാത്രമല്ല, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 20-25% ബാറ്ററി ബാക്കപ്പും ഉണ്ട്. നിങ്ങൾക്കൊരു 6 to 6.5 hours പ്ലസ് ഓൺ സ്ക്രീൻ ഓൺ ടൈം ഒരു ആവറേജ് യൂസാണ് എനിക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ജെനുവിൻലി ഗുഡ്. ഈ ഒരു ബാറ്ററി ബാക്കപ്പ് ഒക്കെ വെച്ച് സാംസങ് അല്ല, ഗൂഗിളിലെ സോഫ്റ്റ്വെയർ സംഭവങ്ങൾ ഗിമിക്കും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ PUBG അതുപോലത്തെ എക്സ്റ്റൻസീവ് കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ അതേപോലെ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ കാഷ്വൽ ടു മീഡിയം ടു പ്രൊഫഷണൽ യൂസേജ് ആണെങ്കിൽ ബാറ്ററി ലൈഫ് ഒരു കൺസേൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക. 120 Hz സ്ക്രീൻ ഓൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം ബാറ്ററി ലൈഫ് കിട്ടും. സോ ക്യാമറാസിനെ കുറിച്ച് പറയുമ്പം സിമ്പിളി പറയാം, നിങ്ങൾക്ക് ക്യാമറാസ് ആണ് ഈ വിലയ്ക്ക് എനിക്ക് ഇത്രയും ജസ്റ്റിഫൈ ചെയ്തൊരു സാധനമായിട്ട് തോന്നിയത്. കാരണം കിടിലം ക്യാമറാസ് ഗൈസ്. ഒരുപാട് ഫോൺ ടെസ്റ്റ് ചെയ്തിട്ട് പിക്സലിലോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യമേ നോട്ടീസ് ചെയ്ത് എന്ത് അറിയോ, ഐ ആം എ പേഴ്സൺ ഓഫ് കളർ. എൻ്റെ കളർ എന്ന് വെച്ചാൽ പക്ക വൈറ്റ് ഒന്നും അല്ല, ഒരു ബ്രൗൺ ടോണൊക്കെ തന്നെയാണ്. ആ ഒരു ബ്രൗൺ ടോൺ എടുത്ത് കാണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചൈനീസ് മാനുഫാക്ചറേഴ്സ് എല്ലാം എന്നെ വെളുപ്പിച്ച് ചുമപ്പിക്കും ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടി അതൊന്നും ഇവിടില്ല. ട്രൂ ടു ഒറിജിനൽ സ്കിൻ ടോൺ കിട്ടുന്നൊരു ഫോൺ, അത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ HDR ഒക്കെയാണ് ഗൈസ്. ഗൂഗിളിൻ്റെ പ്രോസസ്സിങ്ങാണ്, കിടിലം ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പിക്സൽ 7 പ്രോയിലും 6 പ്രോയിലും എനിക്ക് ചില സമയം ഓഫ് ദ ചാർട്ടായിട്ട് ഇച്ചിരി എക്സ്ട്രീം ബൂസ്റ്റ് അടിച്ച് ഇച്ചിരി കോൺട്രാസ്റ്റ് ആക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ക്യാമറാസ് ആർ റിയലി ഗുഡ്, റിയലി ഗ്രേറ്റ്. വീഡിയോസിനെ കുറിച്ച് പറയാനുള്ളത് കുറേ പേര് പറയുന്നുണ്ട് iPhone 15 പ്രോയിൻ്റെ അത്രയൊന്നും വീഡിയോസ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നില്ല ഗൈസ്. ഇതിൻ്റെ ഡയറക്റ്റ് പ്രൈസാണ് iPhone 15 Pro. പക്ഷേ എന്നാലും വീഡിയോ സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റേബിളാണ്, നല്ല ആക്യുറേറ്റ് ആണ്. അത്യാവശ്യം ആ ഒഴുകി പോകുന്ന ഐഫോൺ ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഫോട്ടോസിനെ കുറിച്ച് വേറെ കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രൈസിനകത്ത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നൊരു ടെലിഫോട്ടോ ലെൻസാണ്. ടെലിഫോട്ടോ ലെൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ ബാക്കിയെല്ലാം കൊണ്ടും പ്രോസസ്സിങ്ങും കളേഴ്സും സാച്ചുറേഷനും കോൺട്രാസ്റ്റും ഒക്കെ വെച്ചുമ്പം എൻ്റെ കണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫോട്ടോസാണ്. പിക്സൽ ഒരു ഫോൺ നിങ്ങൾ ജസ്റ്റ് യു ക്യാൻ ഫോക്കസ് ഓൺ ഫ്രെയിമിങ്. ഫോട്ടോ എടുക്കുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഫ്രെയിമിങ് നോക്കി എടുക്കുക. ആൻഡ്
അത്ര എനിക്ക് പറയുള്ളൂ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. കാരണം പിക്സൽ എടുക്കുന്നതിന് അതിൻ്റെ സോഫ്റ്റ്വെയർ മാജിക്കിന് വേണ്ടി തന്നെ. അതെല്ലാം നിങ്ങളുടെ ഗാലറി ആപ്പിലും നിങ്ങൾക്ക് കിട്ടും. വെട്ടിക്കാനും നീക്കാനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ജെമിനി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് പുതിയ അപ്ഡേറ്റിലൊക്കെ ഇത് വരാൻ പോകുന്നത്. സോ അങ്ങനത്തെ ഫ്യൂച്ചർ പ്രൂഫിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. സോ ഗൈസ്, ഇനി എൻ്റെ വേർഡിലേക്ക് വരാം. ഡു ഐ റെക്കമെൻഡ് ദിസ് ഫോൺ? ഈ ഫോൺ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗൈസ്, എനിക്ക് ഇതിനകത്ത് ഫണ്ടമെൻ്റലി ഇഷ്യൂസ് ഉള്ള കോളുമായിട്ടുള്ള GPU CPU ഞാൻ മാറ്റി വെക്കും. കാരണം പ്രൊഫഷണൽസിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതിന്. പക്ഷേ കോളിങ്ങിൻ്റെ ഇഷ്യൂ എനിക്ക് തോന്നി അത് എല്ലാവരും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ബേസിക് പർപ്പസ് ഓഫ് എ ഫോൺ ഇറ്റ് സെൽഫ് ഇസ് നിങ്ങൾക്ക് കോളും കണക്ടിവിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതെങ്ങനെ ബ്ലൈൻഡ്ലി റെക്കമെൻഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പ്രൈസ് നിങ്ങൾക്ക് കിണ്ണം ഫോണുകൾ വേറെ കിട്ടും. നിങ്ങൾ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിലാണ് നോക്കുന്നത്, നിങ്ങൾക്ക് iQOO 12 കണക്കുണ്ട്. അതേപോലെ ഇതുപോലെ പ്രൊഫഷണൽ യൂസ് മിനിമൽ യൂസേജ് നോക്കുകയാണെങ്കിൽ S23 ഒക്കെ നിൽപ്പുണ്ട്. ആ ഒരു സെഗ്മെൻറ്റിൽ അപ്പം ഈ ഒരു അത്ര പവർഫുൾ അല്ലാത്ത പ്രോസസ്സറും GPU ഉള്ള മോഡം ഇഷ്യൂസ് ഉള്ള ഒരു ഫോൺ ഞാൻ എങ്ങനെ റെക്കമെൻഡ് ചെയ്യും? പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ പിക്സൽ എക്സ്പീരിയൻസ് ഇത് കിടിലമാണ്. അത് യൂസ് ചെയ്താലും എനിക്കിത് എത്രത്തോളം നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ വൺസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അധികം ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യൂ. അല്ലാതെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റലി നൈസ് ഒരു ഫോണാണ് വേണ്ടെങ്കിൽ ഗൈസ്, ഞാൻ ഇതത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഈ പ്രൈസിൽ നിങ്ങൾക്ക് വേറെ കിടിലം ഓപ്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ്. പിക്സൽ ഫോൺ ഇസ് ഗുഡ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പ്രൈസും കോമ്പറ്റീഷനും ഒക്കെ വെച്ച് നോക്കുമ്പം ഗ്രേറ്റ് വേണ്ടതുണ്ട്. അതായിട്ടില്ല. ദാറ്റ് ഈസ് ഇറ്റ്. ലവ് യു.